ശരി, ഞാൻ ശ്രീ ജയേന്ദ്രനിലേക്ക് പോകുന്നു. ശ്രീ ജയേന്ദ്രൻ, അമൽ പറഞ്ഞത് കേട്ടല്ലോ. അമലിന്റെ അനുഭവം ഈ വർഷം ഓഗസ്റ്റിൽ നടന്നതാണ്. അന്നൊക്കെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം പിന്നീട് പോലീസ് തിരിച്ചയക്കുകയാണ്, നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട്. അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കുന്നു? CCTV ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഈ മർദ്ദനം നടക്കുന്നത്. നമ്മൾ ഇത് സുജിത്തിന്റെ കാര്യത്തിലും കേട്ടതാണ്. സുജിത്തിനെ CCTVയുടെ മുന്നിൽ വെച്ചും അടിച്ചു, അതിനുശേഷം CCTV ഇല്ലാത്തടത്ത് പോയി കാൽവണ്ണയിൽ അടിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഇങ്ങനെ എത്ര കേസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇങ്ങനെ ഇത്ര ദിവസമായിട്ടും, ഇന്നിപ്പോൾ 7ാം ദിവസമാണ് സുജിത്തിന്റെ ദൃശ്യങ്ങൾ കേരളം കണ്ടിട്ട്. മുഖ്യമന്ത്രി ഇന്നുവരെയും പ്രതികരിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രതികരിക്കേണ്ടതല്ലേ? ഇന്ന് തോമസ് ഐസക് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും അധികം പോലീസ് മർദ്ദനം ഏറ്റിട്ടുള്ളത് എന്ന്. അതിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല. അതിപ്പോൾ പറയേണ്ട കാര്യമാണോ എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളുടെ ഭരണത്തിൽ പോലീസ് എന്തു ചെയ്യുന്നു എന്നതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദ്യമില്ലേ ശ്രീ ജയേന്ദ്രൻ? ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും ആ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അത് നിഷേധിക്കാനും കഴിയില്ല. പക്ഷേ സ്മൃതി, ചില കാര്യങ്ങൾ ഇവിടെ കാണേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാനത് പറയാം. ഇപ്പോ 2023 ഏപ്രിലാണ് സുജിത്തിന്റെ പ്രശ്നം കുന്നംകുളത്ത് നടക്കുന്നത്. അതേ 2023 മെയ്യിലാണ് പീച്ചിയിലെ പ്രശ്നം നടക്കുന്നത്. അതേ വർഷം തന്നെ ഡിസംബറിലാണ് മാമുക്കോയുടെ പ്രശ്നം കോഴിക്കോട് നടക്കുന്നത്. ഇങ്ങനെ ആ വർഷങ്ങളിൽ 2-2.5 വർഷം മുമ്പ് നടന്ന കേസുകളിൽ ആ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും, പ്രതിപക്ഷത്തിന്റെയോ ഔദ്യോഗിക പ്രതിപക്ഷമായ UDFന്റെയോ അല്ലെങ്കിൽ BJPയുടെയോ ഒരു തരത്തിലുള്ള ഒരു ഇടപെടലോ വിമർശനമോ ഒരു ചെറിയ വിമർശനം പോലുമോ ഉണ്ടായിട്ടില്ല. കാരണം എന്താ? അതൊന്നും രാഷ്ട്രീയ പ്രേരിതമായ കേസുകളായിരുന്നില്ല എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അവർക്ക് കിട്ടിയിട്ടുണ്ടായ വിവരം, അല്ലെങ്കിൽ വിവരം കിട്ടാതിരുന്നിരിക്കാം. മാധ്യമങ്ങളും ആ തരത്തിലൊരു ചർച്ചയും ഇന്നോളം നടത്തിയിട്ടില്ല. പക്ഷേ ഈ വിക്ടിംസ്, ഇരകളാക്കപ്പെട്ടവർ, അവരുടെ ഇത് വിവരാവകാശ നിയമപ്രകാരം വീഡിയോ സമ്പാദിക്കാനായി നടത്തിയ ഒരു വലിയ ശ്രമമുണ്ട്. ആ ശ്രമത്തിലും രാഷ്ട്രീയ കക്ഷികളുടെയൊന്നും പിന്തുണയൊന്നും ഈ കാലങ്ങളിലൊന്നും എവിടെയും ഉണ്ടായിരുന്നില്ല. അതേസമയം മൂവാറ്റുപുഴയിലെ ഒരു കേസിൽ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇടപെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു മുരളീധരന്റെ കാര്യത്തിൽ. അത് മാത്രമേ ഉണ്ടായിട്ടില്ല. അത് ഈ പറഞ്ഞ 2023 ഇപ്പോ പക്ഷെ ഇത് വീഡിയോ ഇവർക്ക് കിട്ടി, അത് പുറത്തു വന്നപ്പോഴേക്ക് അത് ചർച്ചയാവുന്നുണ്ട്. സ്വാഭാവികമായി ചർച്ചയാകേണ്ടതുമാണത്. അതിലൊന്നും ഒരു തെറ്റും പറയാൻ കഴിയില്ല. പോലീസ് അത്തരം പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാവേണ്ടതുമാണ്. ഇതുവരെ ഉണ്ടായത് എന്താണ്? ഇതുവരെ ഉണ്ടായത് വകുപ്പ് തലത്തിലുള്ള ചില നടപടികളാണ്. അത്തരത്തിലുള്ള നടപടികളായിരുന്നു. പക്ഷേ ഈ സംഭവം പുറത്തു വന്നു കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ, സ്മൃതി ചൂണ്ടിക്കാണിച്ചല്ലോ 7 ദിവസത്തിന്റെ കാര്യം. ശരിയാണ്, താങ്കൾ പറഞ്ഞ ആ ദിവസത്തിനകം തന്നെ ശക്തമായ നടപടി ഈ പോലീസുകാർക്കെതിരെ ഉണ്ടായി. SIക്കും മറ്റ് പോലീസ് 3 പേർക്കും ഉൾപ്പെടെ. ഒരാൾ പുറത്താണ്, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിയല്ലോ കുന്നംകുളം കേസിൽ. അത് ഉണ്ടായി. അതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ പോലീസുകാർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്നുള്ളതാണ് മറുപടി. ആ മറുപടി ഒരാളും നിഷേധിക്കില്ലല്ലോ നടപടി എടുത്തു എന്നുള്ളത്. അല്ല ശ്രീ ജയേന്ദ്രൻ, അത് സസ്പെൻഷനാണ്. സസ്പെൻഷൻ ഒരു നടപടിയാണോ എന്നുള്ള ചോദ്യം. ഈ കേസ് അന്ന് തന്നെ സുജിത്തുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അന്ന് ഈ രൂപത്തിലല്ല എങ്കിൽ കൂടി, അന്ന് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ലല്ലോ. അന്നും പ്രതിഷേധമുണ്ടായി, പരാതി നൽകിയിരുന്നു. അന്ന് സംഭവിച്ചത് ഈ പോലീസുകാർക്ക് സ്ഥലം മാറ്റമാണ്. അതായത് ജില്ലയ്ക്കകത്ത് തന്നെ വിവിധ സ്റ്റേഷനുകളിലേക്ക് അവർ സ്ഥലം മാറ്റി. ശ്രീ ജയേന്ദ്രൻ, ഞാൻ വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.